തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ യുവതിയുടെ മൊഴിയെടുക്കാൻ ആരോഗ്യവകുപ്പ്. ചികിത്സാ രേഖകളുമായി ഇന്ന് രാവിലെ ആശുപത്രിയിലെത്താൻ വിതുര സ്വദേശിനിയായ യുവതിക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഗൈനക്കോളജി വിഭാഗത്തിൽ നിന്ന് എപ്പിസോട്ടമി ചെയ്തതിൽ ദുരനുഭവം ഉണ്ടായെന്നാണ് ഹസ്ന ഫാത്തിമയുടെ പരാതി. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനേഷ് കുമാർ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിതുര സ്വദേശിയായ ഫസ്നയുടെ മൊഴി ഇന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ രേഖപ്പെടുത്തും. 3 അംഗ സംഘമാണ് അന്വേഷണ സമിതിയിലുള്ളത്. ഇവരോട് ഇന്ന് കൃത്യമായി തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. 10 മണിയോടുകൂടി തന്നെ ഇവർ ആശുപത്രിയിലെത്തും. 10 മണിയോടുകൂടി തന്നെ മൊഴിയെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ജൂൺ 18-ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. 18-ന് ഇവരെ പ്രസവത്തിന് വേണ്ടി അവിടെ പ്രവേശിപ്പിച്ചു. 19-നാണ് ഇവർക്ക് ശസ്ത്രക്രിയ നടത്തുന്നത്. പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ഈ മലദ്വാരത്തിലേക്കുള്ള ഞരമ്പ് മുറിഞ്ഞു പോയതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് വീട്ടിലേക്ക് ഒന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടെങ്കിലും വീട്ടിലേക്ക് വന്നെങ്കിൽ പിന്നെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ മൂത്രനാളിയിലൂടെയും മറ്റും മലമൂത്ര വിസർജനം പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യമെത്തി. ഇത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിയെങ്കിലും അവർ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനുണ്ടായത്. മെഡിക്കൽ കോളേജിൽ നിന്ന് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നടത്തിയിട്ട് പോലും ഇവർക്ക് ഒരു ഫലമുണ്ടായില്ല. തുടർന്ന് സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആശുപത്രി സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ പ്രാഥമിക അന്വേഷണത്തിൽ ആശുപത്രി അധികൃതർക്ക് വളരെ കൃത്യമായി തന്നെ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ സൂപ്രണ്ട് തയ്യാറായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു. അവർ ഇത്തരത്തിലൊരു മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അതിനുശേഷം ഈ ആശുപത്രി അധികൃതർ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അത്തരത്തിലുള്ള അവർക്ക് കൃത്യമായി തന്നെ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് മാധ്യമങ്ങളുടെയും മറ്റും തുടർച്ചയായി വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. ഈ 3 അംഗ സംഘം ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയുമായി മുന്നോട്ട് പോവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.